ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും, അതായത് ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും എങ്ങനെ പുറത്ത് വരാം എന്നുള്ളതിനെ പറ്റിയിട്ട്, പുറത്ത് വന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ്, നമ്മുടെ നോർമലായിട്ടുള്ള ലൈഫ് തിരിച്ചു പിടിച്ച് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ സെൽഫ് എസ്റ്റീമും തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ട്രോമ ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ ഇവിടെ ഉണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കിയ ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് തന്നെ ഈ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്നോളജ് ട്രോമ ബോണ്ടിങ് എന്നുള്ളതാണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ റിയാലിറ്റി എന്താണെന്നുള്ളത്. ഇങ്ങനൊരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഞാൻ ഈ സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നും എനിക്ക് പുറത്ത് വരണമെങ്കിൽ ഞാനിത് അഡ്രസ്സ് ചെയ്ത ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാനിത് പുറത്ത് വരിക തന്നെ വേണമെന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ട്രോമ ബോണ്ടിങ്ങിലായി ആകപ്പെട്ടിരിക്കുന്ന, ട്രോമ ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ, ട്രോമ ബോണ്ടിങ് റിക്കവറി എന്നുള്ളൊരു കാര്യത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങൾ അനുഭവിച്ച കാര്യത്തിനെ ഡൗൺ പ്ലേ ചെയ്യരുത്. നിങ്ങൾ അനുഭവിച്ച അബ്യൂസിനെ ഒരിക്കലും മിനിമൈസ് ചെയ്യരുത്, ചെറുതാക്കി കാണരുത്. കാരണം വളരെ വലിയൊരു അബ്യൂസ് നാർസിസിസ്റ്റിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല. അതെല്ലാവർക്കും അനുഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ കടന്നു പോവുകയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ അനുഭവിച്ചത് വളരെ ഭീകരമായിട്ടൊരു പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ആ ഒരു പെയിൻ അനുഭവിച്ച ആളെന്ന രീതിയിൽ അത് തന്ന ആളിനെ നിങ്ങൾ എക്സ്ക്യൂസുകൾ കൊടുത്തുകൊണ്ട് പിന്നെയും ന്യായീകരിക്കരുത്. വലിയൊരു പെയിനാണ് അയാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നത്. ആ പെയിൻ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയിലേക്കല്ല നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. ആ വ്യക്തി അല്ല അത് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും സ്വയം നമ്മുടെ ഉള്ളിൽ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ ആ ഒരു കാര്യം, ആ ഒരു റിയാലിറ്റിയെ നമ്മൾ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ ഈ ഒരു റിക്കവറി പ്രോസസ്സിൽ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് പ്രൊഫഷണൽ തെറാപ്പിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എപ്പോഴും പ്രൊഫഷണൽ തെറാപ്പിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ തെറാപ്പിസ്റ്റുകളുമായിട്ട്, NPD വിക്ടിംസിനെ ഹാൻഡിൽ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ സെർച്ചിലൂടെ അത്തരത്തിലുള്ള അബ്യൂസ് റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് നാർസിസിസ്റ്റിക് വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളെ കണ്ടെത്താവുന്നതാണ്. യൂട്യൂബിലൂടെ കണ്ടെത്താവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ പ്രധാനമായിട്ടും നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റ് തന്നെ അതിന് ടൂൾസും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഗൈഡൻസും പ്രൊഫഷണലായിട്ടുള്ള ടെക്നീക്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റ് നാർസിസിസ്റ്റിക് അബ്യൂസ് സിമിലറായിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിൽക്കുന്ന, എന്നാൽ പുറത്തു വരാൻ കഴിയാത്ത, വീണ്ടും നാർസിനോട് സ്നേഹം തോന്നുന്ന അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവരെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട്, ആ ഒരു സ്നേഹത്തോട് തന്നെ അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ട് കണക്റ്റഡായിട്ട് നിൽക്കാൻ പറ്റുന്ന, ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് തരാനും ഈ തെറാപ്പിസ്റ്റിന് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ അനുഭവിക്കുന്നവരിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കൊരു വാലിഡേഷനും കണക്ഷനും ഫീൽ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിലല്ല നിങ്ങൾ തെറാപ്പിസ്റ്റിൻ്റെ നമ്പരും തെറാപ്പിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കേണ്ടത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിൻ്റെ കോൺടാക്റ്റ് എടുക്കാൻ സാധിക്കുക. അപ്പോൾ അവരോട് തുറന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരിൽ നിന്നും മനസ്സിലാക്കുക. സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുക. അത് റെഗുലറായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും പുറത്ത് വരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ പറയട്ടെ, ഫുൾ കോണ്ടാക്റ്റ് നാർസിസിസ്റ്റുകളുമായിട്ട് എൻഡ് ചെയ്ത ശേഷം വേണം ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ ആ ഒരു പ്രോസസ്സ്, നാർസിസിസ്റ്റുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് എല്ലാ രീതിയിലും ചെയ്തിരിക്കണം. കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങളുടെ ഫോൺ വഴിയുള്ള കോണ്ടാക്റ്റ്, നിങ്ങൾക്ക് റിലേറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് നാർസിസിസ്റ്റ് വഴി നിങ്ങളെ ഫ്ലൈയിങ് മങ്കീസായിട്ട് നിങ്ങളെ വീണ്ടും കൊണ്ടുപോകാനായിട്ട് അവർ ചെയ്യുന്ന ടാക്ടിക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൂവറിങ്ങോ, ലവ് ബോംബിങ്ങോ, വൂവിങ്ങോ, ഈ പറയുന്ന ഫ്ലൈയിങ് മങ്കീസിനെ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നീക്സോ, ഇതൊന്നും അവരേക്ക് നിങ്ങളെ ഓൺലൈൻ വഴി, സ്പേസുകൾ വഴി
വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും ഫോൺ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോ ഒന്നും നടത്താൻ പറ്റാത്ത രീതിയിൽ ഇവരെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുക, ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റിലേക്ക് വരിക. എന്നിട്ട് നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതുവഴിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാം. അവരുമായിട്ട് കോൺടാക്റ്റ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ ആ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലാണോ, നിങ്ങളുടെ റിലേറ്റീവ്സിലാണോ, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരിലാണോ ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന, ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ ഫീൽ ചെയ്യുമല്ലോ, ഉള്ളിൽ നിന്നൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇയാൾക്കത് മനസ്സിലാവുന്നുണ്ട്, ഇയാൾ കൂടെ നിർത്തിയാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് സംഭവിക്കും, ഇതിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ഇയാളുടെ സാന്നിധ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും എന്ന് തോന്നുന്ന ആൾക്കാരെ, ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നുന്ന ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയുന്ന കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത, സെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നാത്ത ആൾക്കാരെ നിങ്ങൾ കൂടെ നിർത്തേണ്ട കാര്യമില്ല, നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഭാഗമാക്കേണ്ട കാര്യമില്ല. പുറത്ത് വരികയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നശിച്ചു പോയ, നാമാവശേഷമാക്കിയ നമ്മളെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരെ വേണം നമ്മൾ നമ്മുടെ കൂടെ കൂട്ടാൻ. ഇപ്പോൾ നിങ്ങളെ ബെറ്ററായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ, നിങ്ങളെക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് സജഷൻസ് തരാൻ പറ്റുന്ന അഡ്വൈസസ്, നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾ ചെലുത്താൻ പറ്റുന്ന ആൾക്കാരെ കൂടെ നിർത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കും. അത്തരത്തിലുള്ള ഇപ്പോൾ യൂട്യൂബ് ചാനൽസിലാണെങ്കിലും അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കണ്ടൻറ്റ് കാണുക എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ് 4ാമത്തെ പോയിൻ്റ്, റിക്കവറി പ്രോസസ്സിൽ പ്രാക്ടീസ് സെൽഫ് കെയർ എന്നുള്ളത്. നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് സമയം അത് നർച്ചർ ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുക. നല്ല ഉറക്കം ലഭ്യമാക്കുക. സമാധാനമായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, മോഡറേറ്റ് വാക്കിംഗ്, മോഡറേറ്റ് റണ്ണിങ്, എന്താണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഉന്മേഷമുള്ള സമയങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത, എനർജി ഡ്രെയിൻഡ് ആവുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാകും. കാരണം ഇത്തരത്തിലുള്ളൊരു സൈക്കിളിൽ നിന്ന് നിങ്ങൾ മാറി വരുമ്പോൾ, ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് മാറി വരുന്ന എല്ലാവർക്കും അത് നേരിടുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ആ ഒരു എനർജി ഡ്രോപ്പ്, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെൽഫ് കെയറിനും ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും വളരെയധികം കെയർ കൊടുക്കുക. നിങ്ങൾ ഒരുപാടധികം സമയം നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്ന പോലുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ എനർജി അത്തരത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ പാഷൻസ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ സന്തോഷത്തിന് തിരിച്ചു പിടിക്കുക. നിങ്ങളുടെ വ്യക്തി കൊച്ചായ പ്രായത്തിൽ അല്ലെങ്കിൽ വളർന്നു വന്ന പ്രായത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹങ്ങൾ, പാഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. ചെറിയ രീതിയിലെങ്കിലും അതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പതുക്കെ ഈ സെൽഫ് കെയർ ചെയ്തുകൊണ്ട് ആ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ്. സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ക്ഷമ നന്നായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പേഷ്യൻ്റായിട്ടിരിക്കുക. ആ ഒരു പീരീഡ് ഓഫ് ടൈം കടന്നു പോകും. അത് കടന്നു പോയ ശേഷം എന്തായാലും നിങ്ങൾ ആ സ്റ്റേജിലോട്ട് എത്തും. അതിന് എപ്പോഴും സമയം കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് നാർസിസ്റ്റിലേക്ക് വെക്കുക. നിങ്ങൾക്ക് നോ പറയേണ്ട സാഹചര്യത്തിൽ കൃത്യമായിട്ട് നോ പറയുക. ഒരു രീതിയിലും ആ സമയത്ത് മാനിപ്പുലേഷൻസിലോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഹൂവറിങ് ടാക്ടിക്കിലോ അവർ ചെയ്യുന്ന എന്ത് ടാക്ടിക്കിലും വീഴാതിരിക്കുക. അതിന് കംപ്ലീറ്റ്ലി നോ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ നാർസിസ്റ്റുമായിട്ട് ഇത്തരത്തിൽ ബൗണ്ടറീസ് വെക്കുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് സേഫ് ആയിട്ടുള്ളൊരു ബൗണ്ടറീസ് വെക്കാനും നിങ്ങൾ പഠിക്കും. നമ്മൾ ബൗണ്ടറീസ് വെച്ച് പഠിച്ചിട്ടില്ലാത്തവരാണ്, അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തവരാണ്. നമ്മുടെ പ്രൈവസി പ്രാധാന്യമുള്ളതാണ് എന്നും അത് മറ്റൊരാൾക്ക് കയറി ഇടപെടാനുള്ള ഏരിയ അല്ലെന്നും സ്പേസ് അല്ലെന്നും എൻ്റെ സ്പേസിലേക്ക് വേറൊരാൾ കയറി വരാൻ പാടില്ല, അതെൻ്റെ പ്രൈവസിയാണെന്നും പറയാനുള്ള ധൈര്യവും അത് ശീലിച്ചിട്ടുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ ശീലിക്കാനുള്ള ഒരു സ്പേസും കിട്ടിയിട്ടുള്ളവരല്ല നമ്മളാരും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ആ ഒരു കാര്യം മറ്റെല്ലാവരുമായിട്ടും ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാനും കൂടെ ഉള്ളൊരു പ്രാക്ടീസായിട്ട് ഈ കാര്യത്തെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് മാറി വരുമ്പോൾ തിരിച്ചു പോകാനുള്ള തോട്ട്സ് നിങ്ങളിലുണ്ടാവുന്നുണ്ടല്ലോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലുള്ള പല തോട്ടുകൾ നിങ്ങളിലുണ്ടാവും. വീണ്ടും
എക്സ്ക്യൂസുകൾ പറയാനും അയാളെ ന്യായീകരിക്കാനുള്ള ടെൻഡൻസീസ്, അത് ട്രോമ ബോണ്ടിങ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ടുകളെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വരുന്ന ആ തോട്ട് ഇതാണ്, ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്നും ഉണ്ടാകുന്ന തോട്ടാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ആ ട്രോമ ബോണ്ടിങ് കാരണം ഉണ്ടാകുന്ന ചിന്തയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക. ഒരു ഡയറിയിൽ എഴുതി വെക്കുക, ഒരു എന്താ പറയുക, ഒരു നോട്ട് പാഡ് വാങ്ങിയിട്ട് അതിൽ എഴുതി വെക്കുക, ഒരു ജേർണൽ വാങ്ങിയിട്ട് അതിലെഴുതി സൂക്ഷിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ഈ തോട്ട് പാറ്റേൺസ് ആണ് എന്നിൽ ഉണ്ടാകുന്നതെന്ന്. ഇത് CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ട് ഈ കാര്യങ്ങളിൽ എടുക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രാധാന്യം. ഈ പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഇതിൽ വളരെ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ചിലർക്കത് വർക്ക് ആവുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിന് പകരം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഞാൻ വളരെ സ്ട്രോങ് ആണ്, ഞാൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, ആൻഡ് ഐ ഡിസേർവ് റിയൽ ലവ്, ഐ ഡിസേർവ് ഗുഡ് ലവ് ആൻഡ് കെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ ഇതെല്ലാം അറിയിക്കുന്ന ആളാണ്, പോസിറ്റീവായിട്ടുള്ള സ്നേഹം, പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ മറ്റുള്ളവരിൽ നിന്ന് അറിയിക്കുന്ന ആളാണെന്നും ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നും സ്വയം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം. ആ അത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നോട്ട് ചെയ്തിട്ട് ഇത് മാറ്റി പറയുന്ന ഒരു അഫർമേഷൻ രീതി പ്രാക്ടീസ് ചെയ്യുന്നത് ഈ റിക്കവറി പ്രോസസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തു നോക്കി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും നിങ്ങൾ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സുകൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ സ്റ്റെപ്സ് ലൈഫിൽ എടുക്കുന്നത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടും നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ടും കണക്കാക്കിക്കൊണ്ട് അതിനെ ആ രീതിയിൽ കണക്കാക്കുക, അക്നോളജ് ചെയ്യുക. പിന്നെ സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. എപ്പോഴും നമ്മളെ തന്നെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യും, നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മളെ തന്നെ ഗ്യാസ്ലൈറ്റ് ചെയ്യുകയും ചെയ്യരുത്. നമ്മളോട് കുറച്ച് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക. ഒരു സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന കാര്യം അവോയ്ഡ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. ഒപ്റ്റിമിസം എന്ന് പറയുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒപ്റ്റിമിസം ആയിരിക്കണം ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ ഗോൾസായിട്ട് അതിനെ ചുരുക്കി കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുക. ഒരു ഷോർട്ട് ടേം ലോങ് ടേം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത ശേഷം ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾ എത്തുക. അല്ലെങ്കിൽ വലിയൊരു കാര്യം ആദ്യമേ എടുത്ത് വെക്കരുത് അച്ചീവ് ചെയ്യാനായിട്ട്. അത് ഈ ഓവർ കോഴ്സ് ഓഫ് ടൈം ശരിയായി വരുള്ളൂ എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ചെറിയ ചെറിയ അക്കംപ്ലിഷ്മെൻറ്റിലേക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അത് എത്ര ചെറിയ അക്കംപ്ലിഷ്മെൻ്റ് ആണെങ്കിലും, എത്ര സ്മാൾ സ്റ്റെപ്സാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലും ഓരോന്നും അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രോമ ബോണ്ടിങ് റിക്കവറിയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും